ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യു ഡ്രീംസ്. നിങ്ങൾ സ്വന്തം അവിഷ് വേലായുധൻ. നമ്മൾ ഇന്നൊരു അടിപൊളി ടോപ്പിക്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഏവർക്കും ആവശ്യം വരുന്നൊരു ടോപ്പിക്കാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഈ ടോപ്പിക് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും സ്വാധീനിക്കും. നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. എഡ്യൂക്കേഷൻ ലോൺ. നമ്മൾ ഒരു വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഇല്ലെങ്കിൽ നമ്മളുടെ മക്കൾ ഒരു വിദേശ വിദ്യാഭ്യാസം മോഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഫിനാൻഷ്യൽ കപ്പാസിറ്റി അത്രയും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നമ്മൾ നോർമലി അപ്രോച്ച് ചെയ്യാറുള്ളത് എഡ്യൂക്കേഷൻ ലോൺ തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് വിദേശ വിദ്യാഭ്യാസം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നതും എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ചായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മലയാളീസിനെ 3 ഘട്ടം എടുത്തിരിക്കാം. ഒന്ന്, ഫിനാൻഷ്യലി വെൽ സൗണ്ട് ആയിട്ടുള്ളവരും, ഇല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സും ലോ ക്ലാസ്സും ആയിട്ടുള്ള ആൾക്കാരെ തിരിക്കാം. ഇപ്പോൾ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർക്ക് ഏകദേശം ഫിനാൻഷ്യൽ ലോണിനെ കുറിച്ച്, എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ടാവും. ലോ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുപോലും ഇല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഇന്നത്തെ ടോപ്പിക് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോണാണ്. ഇത് ഓൾറെഡി പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അവരുടെ ലിങ്ക് താഴത്ത് കൊടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ എത്ര ലക്ഷം വരെ ലോൺ നമുക്ക് കിട്ടും വിദേശ വിദ്യാഭ്യാസത്തിന്. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് തന്നെ. നമുക്ക് കാരണം കൊളാട്രൽ ഇല്ലാതെ ലോൺ എടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെസ്റ്റും. അതേപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി വെച്ച് ലോൺ എടുക്കുന്നവർക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. മീൻസ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള പ്ലേസസോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തെങ്കിലും ഗ്യാരണ്ടി വെക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാവരും നോക്കുന്നത് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ എത്ര ലോൺ ലഭിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കും കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ ലോൺ തരും. ഒരു ഏകദേശം 7.5 ലക്ഷം രൂപ വരെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ എല്ലാവർക്കും ലഭിക്കും. പക്ഷേ നമ്മൾ ഒരു ട്രെൻഡ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് പറഞ്ഞാൽ ഈ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാത്ത ലോൺ 4.5 lakhs വരെ നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അത് എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത ഒരു പ്രോബ്ലം വന്നതുകൊണ്ട് തന്നെ ബാങ്കുകൾ അത് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കുക എന്നുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറി. കാരണം കിട്ടാക്കടം എന്ന രീതിയിൽ അത് എഴുതിത്തള്ളേണ്ട ഒരു അവസ്ഥ വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ ചോദിച്ചു പോകുമ്പോൾ നോർമലി ബാങ്കുകൾ പറയുന്നത് അങ്ങനത്തെ ഒരു ലോണേ ഇല്ല, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല, എന്തെങ്കിലും സെക്യൂരിറ്റി എമൗണ്ട് ഉണ്ടെങ്കിൽ ലോൺ തരാം എന്നാണ് പറയുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മുന്നേ ആൾക്കാർ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ പരിമിത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊളാട്രൽ സെക്യൂരിറ്റി, ഞാനും കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ എടുക്കാൻ വേണ്ടി പല പ്രാവശ്യം അലഞ്ഞു. അന്ന് എനിക്ക് ആരും ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡ്രീംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കാതെ തന്നെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോണിന് പോകാം. നമ്മൾ ഡയറക്റ്റായിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ഒരുപാട് പോർട്ടൽസ് നമുക്ക് അവൈലബിൾ ആണ്. ആ പോർട്ടൽസ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിദ്യാലക്ഷ്മി പോർട്ടൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പോർട്ടലാണ്. അബ്രോഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ലോൺ സഹായത്തിന് വേണ്ടി വിദ്യാലക്ഷ്മി പോർട്ടൽ, അതിനുപരി ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംരംഭമാണ്. ഈ സംരംഭത്തിൽ ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എഡ്യൂക്കേഷൻ ലോൺ വേണ്ട കുട്ടികൾ അതിലൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരമുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം. മീൻസ് ടോപ്പ് റാങ്കിങ്, വേൾഡിൽ തന്നെ ടോപ്പ് റാങ്കിങ് 3000 റാങ്കിങ്ങിനകത്ത് വരുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ലോൺ കിട്ടുക. അതേപോലെ തന്നെ ചില ഡിപ്ലോമ കോഴ്സുകൾക്ക് ലോൺ ഇന്ത്യൻ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2 കഴിഞ്ഞിട്ട് 1 year ഡിപ്ലോമ കോഴ്സുകൾ, അങ്ങനെ പല കോഴ്സുകൾ എടുക്കാറുണ്ട്. ചിലത് വാല്യൂ ഉള്ള കോഴ്സുകളുണ്ടാവും, വാല്യൂ ഇല്ലാത്ത കോഴ്സുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന് ചിലപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. അതേപോലെ തന്നെ PG ഡിപ്ലോമ കോഴ്സിന് ലോണുകൾ പ്രൊവൈഡ് ചെയ്യും. ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് യു ഡ്രീംസ് ത്രൂ പേപ്പർ വർക്ക്സ് ഓഫർ ലെറ്റർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് യു ഡ്രീംസ് 100% നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓഫർ ലെറ്റർ എടുക്കാൻ. അതേപോലെ തന്നെ ലോൺ ആവശ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസിന് യു ഡ്രീംസിൻ്റെ സൈഡിൽ നിന്ന് ലോൺ എടുക്കാനുള്ള പേപ്പർ അസിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യും. നമ്മൾക്കിപ്പോൾ ഒരുപാട് പോർട്ടൽസ് അവൈലബിൾ ആണ്. വിദ്യാലക്ഷ്മി പോർട്ടൽ, അതേപോലെ ഇളാൻ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു പോർട്ടലുണ്ട്. അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് രണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം.
ഇത് വളരെ സിമ്പിളായിട്ട് പ്രോസസ്സാണ്. കാരണം നമ്മൾ ഈ പോർട്ടലുകളിൽ കയറി കഴിഞ്ഞാൽ അവർ 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ചെക്ക് ചെയ്ത് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് ബാങ്കിൽ ലോൺ സാങ്ഷൻ ആക്കുന്ന പരിപാടിയാണ്. ഇതിൽ നമ്മൾ ഈ പോർട്ടലുകളിൽ നമ്മൾ ബാങ്കിൽ ഡയറക്റ്റ് പോവാതെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പോർട്ടലുകളിലുള്ള ബാങ്കുകൾ അവർ തീരുമാനിക്കും, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ വരുന്ന ബാങ്കുകളാണ് തീരുമാനിക്കുന്നത് ആരാണ്. നിങ്ങൾക്കതിൽ ചൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ ലോണിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കാരണം ലോൺ തിരിച്ചടയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ പോർട്ടലുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പോർട്ടൽ താഴത്ത് കൊടുക്കാം. അതുപോലെ വീഡിയോയിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആ പോർട്ടലുകളിലെ രണ്ടും നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ എവിടെ ആയിക്കോട്ടെ, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അതുപോലെ യൂറോപ്യൻ കൺട്രീസ് എവിടെയാണെങ്കിലും ഡ്രീംസിനെ നിങ്ങൾ സമീപിക്കാവുന്നതാണ് ഒരു ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ടും. അതേപോലെ തന്നെ ബാങ്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാങ്ക് മാനേജേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്ക് മാനേജേഴ്സിനെയാണ് നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിക്കേണ്ടത്. അതേപോലെ തന്നെ സ്വാധീനിക്കുക മീൻസ് ഇല്ലീഗലായിട്ടല്ല, ലീഗലായിട്ട് തന്നെ. കാരണം ബാങ്ക് മാനേജേഴ്സിന് ഇത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അത് ലാസ്റ്റ് അവർക്കൊരു പ്രോബ്ലമായി മാറരുത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ മേലുള്ള വിശ്വാസം നിങ്ങൾക്ക് കൂട്ടാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായി ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും. അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞ ഈ പോർട്ടലുകളിലുണ്ട്. ആ പോർട്ടലുകൾ പ്രകാരമുള്ള എലിജിബിലിറ്റി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ എഡ്യൂക്കേഷൻ ലോൺ കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ ലോൺ എടുക്കാനായിട്ട് എന്തെങ്കിലും പേപ്പർ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ടുള്ള പേപ്പർ അസിസ്റ്റൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ഡ്രീംസിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡ്രീംസുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഏജൻസീസ് അവർ ഇതിനുള്ള പേപ്പർ വർക്ക്സ് ചെയ്തു തരും. ഇതിനർത്ഥം ആ ഏജൻസികൾ നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ചെയ്ത് തരും എന്നല്ല, പേപ്പർ വർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡ്രീംസിനെ സമീപിക്കാവുന്നതാണ്. ഡ്രീംസ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഈ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും.